ധന്യ ആരെങ്കിലും പറ്റിച്ച് ജീവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പറ്റിക്കാൻ തോന്നിയിട്ടുണ്ടോ? വൃത്തികേട് കൊണ്ടൊക്കെ അങ്ങനെ പറ്റിച്ചത് തമാശക്കൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിൽ വല്ലവരും കയറുമ്പം ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള ചില പറ്റിക്കേടുകളൊക്കെ നമ്മൾ ഈ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, ശ്രീനിവാസനും ജയറാമൊക്കെ ഉള്ള, അതിലുള്ളൊരു സീൻ ഓർമ്മയില്ല. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കും, ഭക്ഷണത്തിൽ അവസാനം പാറ്റയെ കൊണ്ടിട്ട് ഇത് എന്ത് ഭക്ഷണമാണോ എന്ന് പറഞ്ഞിട്ട് വലിയ ഷോ കാണിക്കും. അപ്പൊ പാവ ശ്രീനിവാസൻ സത്യസന്ധനായ ഒരാളായതുകൊണ്ട് ശ്രീനിവാസൻ പറയും നമ്മളിട്ടതല്ലേ അത്, നമ്മളിട്ട് അടിയും കൊള്ളും. അത്തരത്തില് പല രീതിയിൽ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അത്തരത്തിൽ കുറേ കാലങ്ങളായിട്ട് ഒരു താമസ സ്ഥലത്ത് ഹോട്ടൽ മുറികളിലൊക്കെ ഒരു പൈസയൊന്നും കൊടുക്കാതെ സൗജന്യമായിട്ട് പറ്റിച്ച് ജീവിക്കുന്ന ഒരാളുടെ കഥയാണ് നമുക്ക് പറയാനുള്ളത്. അയാളിപ്പം പിടിക്കപ്പെട്ടിരിക്കുകയാണ്, പോലീസ് അയാളെ പിടികൂടിയിരിക്കുകയാണ്. സംഭവം അങ്ങ് ചൈനയിലാണ്. പാറ്റയും അതുപോലെ തന്നെ ഗർഭനിരോധന ഉറയും, ഇതാണ് ഇയാളുടെ 2 ആയുധങ്ങൾ. എന്താണ് സംഭവം? സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ ചൈനയിലാണിത് നടക്കുന്നത്. നമ്മൾ ഈ പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് ഹോട്ടൽ റൂമുകളിലൊക്കെ വൃത്തിയുണ്ടാവുമോ, താമസ സൗകര്യം വൃത്തിയായിട്ട് കിട്ടുമോ എന്നുള്ളതാണ്. ഫുഡൊക്കെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ താമസ സൗകര്യം വൃത്തിയായിട്ട് കിട്ടുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടേ പോവുകയുള്ളൂ. അപ്പോൾ പിന്നെ ഇതും അതുപോലെയാണ്. ഈ യുവാവ് നമ്മളിപ്പോൾ എത്ര വൃത്തിയില്ലാത്ത റൂമാണെങ്കിലും വലിയ ഡിസ്കൗണ്ടും എന്തെങ്കിലുമൊക്കെ പൈസ കുറച്ച് തരാം, എന്തൊക്കെ സൗജന്യമായി തരാമെന്ന് പറഞ്ഞാലും നമ്മൾ ആ റൂം അത്യാവശ്യം വൃത്തി ആഗ്രഹിക്കുന്നവർ ആ റൂം എടുക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ഹോട്ടൽ ജീവനക്കാരെ കളിപ്പിച്ചും ബ്ലാക്ക് മെയിൽ ചെയ്തും നഷ്ടപരിഹാരം വാങ്ങിക്കൽ, സൗജന്യ താമസം, ഭക്ഷണം എന്നിവ തട്ടിപ്പിലൂടെ നേടിയെടുക്കുന്ന ഒരു യുവാവിൻ്റെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പല ഹോട്ടലുകളെയും പറ്റിച്ചാണ് യുവാവ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. 21 വയസ്സേ ഉള്ളൂ. ജിയാങ് എന്നാണ് പേര്. ഹോട്ടലിൽ താമസിക്കാൻ എത്തുന്ന യുവാവ് ചീവീട്, ചത്ത പാറ്റ, ഉപയോഗിച്ച ഗർഭനിരോധന ഉറകൾ, മുടിനാരിഴകൾ എന്നിവയുമായാണ് ഹോട്ടലിലേക്ക് വരുന്നത്. ഈ സാധനങ്ങളൊക്കെ റൂമിൻ്റെ ഫലഭാഗത്തായി ഇട്ടതിന് ശേഷം ഹോട്ടൽ അധികൃതരോട് യുവാവ് വൃത്തിയില്ലായ്മയെക്കുറിച്ച് അങ്ങ് പരാതി പറയും. അപ്പം ഇത്രയധികം പരാതിയും ഇത്രയധികം പണമൊക്കെ നൽകിയിട്ടും ഇത്രയും വൃത്തിഹീനമായ സ്ഥലത്താണോ എനിക്ക് താമസിക്കാൻ തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ബ്ലാക്ക് മെയിൽ. മറ്റു താമസക്കാർ ഇത് കേട്ടാൽ തങ്ങളുടെ ഇമേജ്, ഹോട്ടലിൻ്റെ ഇമേജ് ഇടിയുമോ എന്നൊക്കെ ഈ ജീവനക്കാർ ഭയക്കും. അങ്ങനെ ഭയന്ന് കഴിയുമ്പോൾ ഇവർ ഈ യുവാവ് പറയുന്ന എന്ത് കാര്യത്തിന് ഇവർ സമ്മതിക്കും. അതാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ യുവാവിന് അധികൃതർ സൗജന്യ താമസവും ഭക്ഷണവും ചിലപ്പോൾ നഷ്ടപരിഹാരം വരെ കൊടുക്കും. കഴിഞ്ഞ 10 മാസത്തിനിടെ നിരവധി ഹോട്ടലുകളിലാണ് യുവാവ് സൗജന്യമായി താമസിച്ച് പണം തട്ടിയത്. ഒരു ദിവസം 1-ൽ കൂടുതൽ ഹോട്ടലുകളിൽ ഈ യുവാവ് 21 വയസ്സായ ജിയാങ് താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രശ്നങ്ങൾ ആരോപിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ഒരു ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ അറിയിച്ചതോടെയാണ് ഈ തട്ടിപ്പ് പുറത്തു വരുന്നത്. അതായത് പൈസ കൊടുക്കും, എന്നിട്ട് മുറിയിൽ കയറുമ്പോൾ ഈ ഗർഭനിരോധന ഉറകൾ, ഉപയോഗിച്ച ഗർഭനിരോധന ഉറകൾ, അത് കഴിഞ്ഞ് പാറ്റ, ചീവീട്, മുടി ഇതൊക്കെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ ഇട്ടിട്ട് അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ബഹളം വയ്ക്കുമ്പോൾ വൃത്തിയില്ലാന്നും കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. ഞാൻ ഇത്രയും പൈസ തന്നിട്ടും എനിക്ക് കിട്ടിയത് വൃത്തിയില്ലാത്ത മുറിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത റൂമുകളിലെ ആളുകൾ, പിന്നെ താമസിക്കാൻ വരുന്നവർ കേൾക്കാതിരിക്കാൻ പിന്നെ ഈ ജീവനക്കാർ എന്ത് പറഞ്ഞാലും അങ്ങ് സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം 2-3 ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ ലാവിഷായിട്ട് താമസിക്കുന്നത് മാത്രമല്ല, സൗജന്യമായി താമസിപ്പിക്കുക എന്നത് മാത്രമല്ല, ഇതിന് പണവും കൂടെ അവരങ്ങോട്ട് കൊടുക്കും. ഇത് പുറത്ത് പറയാതിരിക്കാൻ, തങ്ങളുടെ ഹോട്ടലിൻ്റെ ഇമേജ് പോവാതിരിക്കാനായിട്ട് പൈസയും കൂടെ തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. ഇപ്പോൾ പല തവണയായപ്പോൾ ഒരു ഹോട്ടലിലെ ജീവനക്കാർക്ക് ഇതിൽ ചെറിയ സംശയം തോന്നി അവർ പോലീസിനെ അറിയിച്ചതോടെയാണ് ഈ കള്ളത്തരം പുറത്തു വന്നത് എന്നുള്ളതാണ്. കേരളത്തിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ടാകാം. പല ഹോട്ടലുകളിലും ഒക്കെ കയറിയിട്ട് ഇതൊരു വല്ലാത്ത സംഭവമാണ്. ഈ വ്ളോഗേഴ്സിനെയൊക്കെ പേടിച്ച്, ഇതിപ്പോൾ ചൈനയിൽ ഈ വ്ളോഗേഴ്സിനെയൊക്കെ പേടിച്ച് പലപ്പോഴും പിന്നെ പല ഹോട്ടലിലെ ആളുകളും ഒക്കെ പിന്നെ ഈ അത്ര വൃത്തിയില്ലാത്ത ഫുഡ് കാര്യങ്ങൾ ആയാലും പൈസ കൊടുത്തിട്ട് പറയും നല്ലതാണെന്ന് പറയണം. അങ്ങനെ ഇവർ മോശമാണെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വ്ളോഗ് ഇട്ട് ആ ഹോട്ടലിനെ പൂട്ടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പലരും അത്തരത്തിൽ ചില പൈസകളൊക്കെ കൊടുത്ത് അത്തരത്തിൽ വീഡിയോ ചെയ്യിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്.
കുറേ നാൾ മുമ്പ് കൊച്ചിയിലാണെന്ന് തോന്നുന്നുണ്ട് ഒരു ബാലേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അവിടുത്തെ ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ മറ്റേ ഫുഡ് ഇൻസ്പെക്ടറൊക്കെ വന്ന് പരിശോധിച്ച് ബീഫിൽ എണ്ണയോ അങ്ങനെ എന്തൊക്കെയോ കണ്ടുപിടിച്ച് വർഷങ്ങളോളം ആ കട വെച്ച് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കട പൂട്ടിക്കേണ്ട അവസ്ഥ വന്നൊരു വ്ളോഗർ പോയി ചെയ്തതിന്റെ പേരിൽ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇത്തരം ഇത് നിവൃത്തികേട് കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കുക, കയ്യിൽ നിവൃത്തികേട് കൊണ്ടല്ല ഗൗതം. അയാൾ പൈസ കൊടുക്കുന്നുണ്ട്, പൈസ കൊടുത്ത് കയറിയിട്ട് ആ പൈസ തിരിച്ചു വാങ്ങാനുള്ള തന്ത്രം എന്നുള്ളതാണ്. അതായത് പൈസ കൊടുത്ത് റൂം എടുക്കുന്നു, എന്നിട്ട് റൂമിൽ ഈ പിന്നെ കോണ്ടവും ഈ ഉപയോഗിച്ച പിന്നെ ആ പാറ്റ, ഈ ചത്തുപോയ പാറ്റ, ചീവീട് ഇതിനെയൊക്കെ കൊണ്ടുവന്നിടുന്നു, എന്നിട്ട് മുടി നാരിഴ. അപ്പൊ നമ്മൾ അത്യാവശ്യം വൃത്തിയുള്ള ഹോട്ടലുകളല്ലേ ഇപ്പോൾ പൊതുവേ എല്ലാവരും എടുക്കാറുള്ളൂ. ഹോട്ടലിൽ കയറുമ്പം തന്നെ പൊതുവെ എല്ലാവർക്കും ഭയമാണ്, ക്യാമറകളൊക്കെ എവിടെയെങ്കിലും വെച്ചേക്കുമോ. അപ്പോൾ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്രയും പിന്നെ ഇമേജ് ഉള്ള ഹോട്ടലുകളിൽ പൊതുവേ ഇപ്പോൾ ആളുകളൊക്കെ കയറാറുള്ളൂ. ഒരു ദൂരയാത്രയ്ക്ക് പോകണമെങ്കിൽ പോലും നേരത്തെയും ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് അതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആളുകൾ യാത്രകൾ പോകുന്നത്. പണ്ടത്തെ പോലെയൊന്നും അല്ല. പണ്ട് 150 രൂപയ്ക്ക് ഇടുന്ന ലോഡ്ജിലൊക്കെ താമസിച്ച് ഇപ്പോൾ ഏത് നാട്ടിൽ പോയാലും നേരത്തെ ബുക്ക് ചെയ്യാൻ നമുക്ക് പിന്നെ മലയാളികളായ ഹോളിഡേ മറ്റേ പല ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് തരും, വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇപ്പം ചൈനയെ പോലൊരു രാജ്യത്ത് ഇത്തരത്തിൽ ആളുകളൊക്കെ ഇത്ര എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും നമുക്ക് അറിയില്ലായിരുന്നു. അതെ, നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇങ്ങനെയൊന്നും ഒരാളെ ഹോട്ടലിൽ പോയി പറ്റിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിലൊക്കെ പോയി 1-2 ഹോട്ടലിലാകുമ്പോൾ തന്നെ ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോൾ 10 മാസത്തോളമായി ഇങ്ങനെ പറ്റിച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വലിയ രീതിയിൽ, കാരണം ഇനി ഇതാരും കേരളത്തിലുള്ളവരാരും അനുകരിക്കാൻ ശ്രമിക്കണ്ട. കാരണം ചൈനയിലെ പോലീസിനെ പോലെ അല്ല കേരള പോലീസ്. അവർക്ക് ഭയങ്കര ബുദ്ധിയും ഇവരൊക്കെ ഉള്ളവരാണ്. അവർ ഏത് രീതിയിൽ ഇതിൽ നടപടി സ്വീകരിക്കുമെന്നൊന്നും അറിയില്ല. നമ്മുടെ നിവർത്തികേട് കൊണ്ട് ഇപ്പോൾ നമുക്ക് താമസിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പൈസ ഇല്ല. നിവർത്തികേട് കൊണ്ടൊക്കെ ഇപ്പോൾ ഹോട്ടലുകളിൽ പലപ്പോഴും ഒക്കെ പലരും ചെന്ന് കയറുമ്പോൾ ഒരാൾക്കുള്ള ചില ഹോട്ടലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പേര് വരുമ്പം പാവപ്പെട്ട, അതായത് പാവപ്പെട്ടെന്ന് ഉദ്ദേശിച്ചാൽ സാമ്പത്തികം ഇല്ലാതെ ഒക്കെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് കൊടുക്കണേ എന്ന് പറയുന്ന ഹോട്ടലുകളിലൊക്കെ ഞാൻ പോയി ഫുഡ് കഴിച്ച് ഫ്രീ ആയിട്ട് കഴിച്ചതല്ല, അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ പൈസ ഇല്ലാതെ വരുന്നവർക്ക് ഫുഡ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ 1-2 ആളുകൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. പഴയതുപോലെയല്ല, അങ്ങനെ കഴിച്ചിട്ട് കാശില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ കുഴപ്പമില്ല. അവരങ്ങനെ വഴക്കിനോ ബഹളത്തിനോ പ്രശ്നത്തിനോ ഒന്നും നിൽക്കാറില്ല. പിന്നെ നല്ല വെൽ ഡ്രസ്സായിട്ടൊക്കെ പോയി നല്ല ആശുപത്രിയിൽ പോയിട്ട് കഴിച്ചിട്ട് കയ്യും കഴുകിയിട്ട് ഇറങ്ങി വന്ന ആളുകൾ ഇവിടെയുമില്ല. ആഹാരം 2-3 ദിവസം ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ നിവർത്തിയില്ല, എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് ചെല്ലുന്നവരെയൊന്നും ആരും ആട്ടി ഇറക്കാറില്ല. അത്തരം ദുഷ്ടമനസ്സുള്ള ഹോട്ടലുകളൊന്നും ഇല്ല എന്നാണ് ഉള്ളത്. ഇപ്പം ഇതൊരു മുതലെടുപ്പ് കൂടിയാണ്. ഞാൻ പറഞ്ഞത് ഒരു തവണ വിശ്വസിച്ചു, അടുത്ത തവണ അത് പരീക്ഷിച്ചു നടപ്പിലായി. അപ്പം പിന്നെയും പരീക്ഷിച്ച് അതായത് ആദ്യം പോയി അവരുമായിട്ടൊരു കമ്പനി സെറ്റ് ആവും. കമ്പനി സെറ്റ് ആക്കിയിട്ട് അവരെ പറ്റിക്കും. പിന്നെ അവരെ വിശ്വസിക്കാൻ അവരെ നമ്മളൊരു ട്രാപ്പിൽ പെടുത്തുക. വിശ്വാസത്തിന്റെ ഒരു ട്രാപ്പില് വിശ്വാസത്തിന്റെ ഇവൻ ഓക്കെ ആണ് കേട്ടോ വിശ്വസിപ്പിച്ച് മെല്ലനെ സൈഡിലൂടെ പണി കൊടുക്കുക എന്നുള്ളൊരു പരിപാടി. തീർച്ചയായിട്ടും. എന്തായാലും ഇതങ്ങ് ചൈനയിലാണ്. കണ്ടോണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രേക്ഷകരാരും അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് തടി കേടാവാതിരിക്കും. ഉണ്ടാവുമായിരിക്കും.